അല്ല, സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനായിട്ട് തോന്നും. അതൊക്കെ ഉണ്ട് ജീവിതത്തിൽ, ഇല്ലെന്നല്ല. പക്ഷെ ഇത് എൻ്റെ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള എൻ്റെ അകത്ത് നിന്ന് തട്ടിപ്പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അന്നൊക്കെ നമുക്ക് സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും യോഗിരാജ് ഡോക്ടറിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത്. കാരണം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണെങ്കിലും വളരെ ലാഘവത്തോടെ അദ്ദേഹം ഒരു പരിഹാരം കണ്ടെത്തി തരും. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടൊരു സ്ഥലമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ സിനിമാ മേഖലയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പൊതുവെ അലോപ്പതിയിൽ വിശ്വസിക്കുന്നവർ, എന്ന് വെച്ചാൽ ആയുർവേദമോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയോ ഹോമിയോ ഒന്നും മോശം എന്നല്ല പറയുന്നത്, എല്ലാം ഉപയോഗിക്കും. എങ്കിലും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾക്കാണ് നമുക്ക് താല്പര്യം. കാരണം ഒരു നടുവേദന പെട്ടെന്ന് പെയിൻ കില്ലർ കഴിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ അലോപ്പതിയോട് എപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ പോകുന്ന കാലത്ത് ഞാൻ എപ്പോഴും പറയും, ഈ മോഡേൺ അസുഖങ്ങൾക്ക് നമുക്ക് മോഡേൺ മെഡിസിൻ കഴിച്ചേ പറ്റൂ. ഇപ്പം എൻ്റെ മോൾക്ക് ഒരു കിഡ്നിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. അന്ന് നമുക്ക് മറ്റ് മെഡിസിൻ്റെ നോക്കുന്നതിനേക്കാൾ നമ്മൾ അലോപ്പതിയിൽ പോയി അവൾ ചികിത്സിച്ചു, ഭേദപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ മോഡേൺ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് ഈ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുന്ദരിയായിട്ട് ഇരിക്കാനാണ് ആഗ്രഹം. അപ്പോൾ അതിനകത്തൊരു 40-45 കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുന്നിൽ നിന്നൊക്കെ മുടി പോയി തുടങ്ങുമ്പോൾ ഇതൊരു ടെൻഷനാണ്. നമ്മൾ എത്രയൊക്കെ നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് പോയാലും നമ്മുടെ സ്വന്തം സുഹൃത്തുക്കൾ തന്നെ പറയും, നന്നായിട്ടിരിക്കുന്നൊന്നും പറയത്തില്ല, എന്തായാലും നിന്റെ തലേന്ന് മുടിയൊക്കെ പോകുന്നുണ്ട്, മുടിയൊക്കെ പോയി തുടങ്ങി കേട്ടോ, വയസ്സായത്. ഇത് പറയുന്നത് നമുക്കൊരു ടെൻഷനാവും. അപ്പം അന്നൊക്കെ നമുക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പറയും, നമ്മളിങ്ങനെ പലതും സെർച്ച് ചെയ്യുമ്പോൾ പറയും, ഇന്ന മരുന്ന് തലയിൽ തേച്ചാൽ മതി, ഇന്ന എണ്ണ തേച്ചാൽ മതി, വാങ്ങിക്കാവുന്നൊക്കെ വാങ്ങിച്ച് തേച്ച് നോക്കിയിട്ടും ഒരു രക്ഷയില്ല. പിന്നെ ഡോക്ടർമാരെ പോയി കാണുമ്പോൾ അവർ പറയും, അത് ഉദ്ദേശം ഒരു 120 മുടിയൊക്കെ പോകും കേട്ടോ, കുഴപ്പമില്ല, എങ്കിലും നോക്കേണ്ടത് കുളിക്കുന്ന സമയത്തും കിടക്കുമ്പോൾ ഒരു വെള്ള പില്ലോ വെച്ച് കിടക്കും. അപ്പോൾ രാത്രി അല്ല രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അറിയാം, രാവിലെ എണീറ്റ് 120 എണ്ണി നോക്കാൻ പറ്റും. എണ്ണി നോക്കുമ്പോൾ കുറേ ഉണ്ട്. ആ ടെൻഷൻ അടിച്ച് വീണ്ടും ഒരു 100 മുടി കൊഴിഞ്ഞു പോകും. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു പൊതുവെയുള്ളൊരു ബുദ്ധിമുട്ട്. കുളിക്കാൻ പോകുമ്പോഴേക്കും ഇങ്ങനെ മുടി ഒഴുകി പോകുന്ന കണ്ട് നമ്മൾ പേടിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിത് എന്താണ് വഴി? അപ്പോൾ വിഗ് വെക്കുന്നുണ്ട്, അത് വെക്കുന്നു. അപ്പം നടന്മാർ ഇങ്ങനെ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തുടങ്ങുന്നു എന്നൊക്കെ നമ്മൾ പലയിടത്തും കേൾക്കും. അപ്പോൾ നമ്മളിത് എവിടെ പോകണം, ആരടുത്ത് പോകണം? അപ്പോൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും ഡോക്ടറിൻ്റെ അവിടെ പോകുന്നതാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ മോളിങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ആരോട് ചോദിക്കണം? അങ്ങനെ ഒരിക്കൽ നിരഞ്ജനെ ഞാൻ വിളിച്ച് ചോദിക്കും, പറഞ്ഞു, ചേട്ടാ അത് എവിടെയാണ് സൗകര്യം, നിങ്ങൾ നോക്കുക, ട്രിവാൻഡ്രത്തും ഉണ്ട്, എനിക്ക് ബാംഗ്ലൂരും ഉണ്ട്. അപ്പോൾ അന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പൊതുവെ തണുപ്പുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ചികിത്സയ്ക്ക് പോകുമ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയാൽ ഒരു സുഖം കൂടുതലാണ്. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്തിൻ്റെ കേടാ, 10-53 വയസ്സായില്ലേ, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പൊക്കൂടെ, കുറച്ച് കറുത്ത പൊടിയും മറ്റൊക്കെ വരച്ച് പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്കതൊന്നും പറ്റത്തില്ല. എനിക്ക് ചെറുപ്പമായിട്ടിരിക്കണം. കാരണം നമുക്ക് പ്രധാനമായിട്ടും ഇപ്പം മുടി പോയിട്ട് കഷണ്ടിയായിട്ടും ഭംഗിയുള്ളവരുണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും എൻ്റെ തലയ്ക്ക് അത് ശരിയാവൂലെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് ചെറുപ്പമായിട്ടിരിക്കണം. കാരണം എപ്പോഴും ഒരു സിനിമാ മോഹം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ചെറുപ്രായത്തിലൊക്കെ ഹീറോ ആണെന്ന് വിചാരിച്ചു വന്നു. തലയെടുത്ത് മോശമുണ്ട്, എപ്പോഴും വില്ലനാവില്ല വിധി, ഇടി കൊണ്ട് ചാവാനായിരുന്നു നമുക്ക് സിനിമകളുടെ വിധി. അപ്പോൾ എന്നെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഹീറോ ആണ്. അപ്പോൾ ഈ മുടിയില്ലെങ്കിൽ ഒട്ടും പറ്റത്തില്ലല്ലോ. അങ്ങനെ വരുന്ന വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. അവിടെ ചെല്ലുന്നു, എന്തൊക്കെയോ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്, എൻ്റെ ഇവിടെ നിന്ന് തലമുടി എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ തോരാതെ സംസാരിക്കുന്ന ഒരാളാണ്. ഇവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ആ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞു. എനിക്ക് മുടി വന്നു കഴിയുമ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പം ഞാൻ ആലോചിച്ച്, എന്നെപ്പോലെ മാനസികമായ ഒരു ദുഃഖം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാ രഹസ്യമായിട്ട് നമ്മൾ വെക്കേണ്ട കാര്യം? നമ്മളൊരു കാര്യം ചെയ്തു, നമുക്കൊരു ഗുണമുണ്ടായി. അതും ഈ 53-ാമത്തെ വയസ്സിൽ. അത് അന്നാണ്, ഇതിപ്പോൾ 57 അപ്പം ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു മെസ്സേജ് കൊടുത്താൽ, ഞാൻ എപ്പോഴും പറയും, സന്തോഷത്തോടെ ആൾക്കാരിയ്ക്കുമ്പോൾ ഹാപ്പിനെസ് ബ്രിങ് സക്സസ് എന്ന് പറയും. കാരണം സക്സസ്ഫുൾ ആൾക്കാരെല്ലാവരും ഹാപ്പി ആവണമെന്നില്ല. അപ്പോൾ മറ്റൊരാൾക്കൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ വി ഷുഡ് ഷെയർ വിത്ത് അതേഴ്സ് എന്ന് എപ്പോഴും തോന്നും. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. അതെങ്ങനെ നിരഞ്ജനെ കണ്ടു എന്നറിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട്, പങ്കെടുക്കാം. ഞാൻ പിന്നെന്താ, പങ്കെടുക്കാം. പക്ഷേ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഞാൻ ഇതിലൂടെ കടന്നു പോയത് ആളായുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്യാവൂ. കാരണം വെച്ചാൽ പലരും മേ ബി പാർലേഴ്സിലും മറ്റൊക്കെ കൊണ്ടായിരിക്കാം. അതൊക്കെ എത്ര സുരക്ഷിതമായിരിക്കും എനിക്കറിയത്തില്ല. ഇതിപ്പോൾ എനിക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് വിളിക്കാം, പറയാം, അതിനൊരു പരിഹാരമുണ്ട്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. 1. 2, ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഒരു വാഹനം വാങ്ങിക്കുന്ന പോലെ കരുതുക. ഒരു വാഹനം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് ഡെയിലി ഓടിക്കുക, 5-6 വർഷം കഴിഞ്ഞാൽ വണ്ടി നാശമായി പോകും. നാശമായിരിക്കും നമ്മൾ എന്ത് ചെയ്യും? 4 മാസം 5 മാസം കൂടുമ്പോൾ അതിൻ്റെ ഒരു സർവീസിന് കൊണ്ടുപോകും. അതുപോലെ ഇതിനും നമ്മൾ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്യണം. അതിന് ഡെയിലി നമ്മുടെ തലയിൽ ഒരു സൊല്യൂഷൻ തേക്കുന്നുണ്ട്.
എനിക്കൊന്ന് 3-4 മാസം കൂടുമ്പോഴാണ് GFC അല്ലേ, ഈ വാക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോൾ, മെഡിക്കൽ ടേംസ് ഒന്നും നമുക്കറിയത്തില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ ഇതിൽ 2 പേരുടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് ചെയ്ത് എന്നെ സന്തോഷിപ്പിച്ചു തന്ന ആളാണ് നമ്മുടെ നിരഞ്ജന. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് തരണമല്ലോ, അതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ റയാൻ. പറയുന്ന സമയത്തൊന്നും ഞാൻ പോകത്തില്ല കേട്ടോ, തെറ്റിക്കും. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും അദ്ദേഹം. അങ്ങനെ ഇവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ആൾക്കാരായി. പക്ഷെ ഞാൻ ഈ ഫ്രണ്ട് ചെയ്തു. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ബാക്കിൽ കുറച്ചുകൂടിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരത്തെ തീർത്ത് ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് കുറച്ചൊക്കെ, പക്ഷേ ബാക്കും കുറേയൊക്കെ ചെയ്തു തന്നു. പക്ഷേ ബാക്കും കൂടി എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടണമെന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അതെന്താ ഒരു സിറ്റും കൂടി വെച്ചേച്ചാൽ മതി. ഞാൻ എന്തായാലും ഈ പ്രോഗ്രാമിനൊക്കെ ഇത്രയും സൂചിപ്പിക്കുന്നില്ലേ, ഇനി ഞാൻ കാശൊന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അത് മൈക്കിൽ പറഞ്ഞാൽ നിങ്ങളെല്ലാം കേൾക്കുന്നില്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പിടിച്ച് വാങ്ങിക്കണമല്ലോ. അല്ല, സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനായിട്ട് തോന്നും. അതൊക്കെ ഉണ്ട് ജീവിതത്തിൽ, ഇല്ലെന്നല്ല. പക്ഷേ ഇത് എൻ്റെ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള എൻ്റെ അകത്ത് നിന്ന് തട്ടിപ്പറഞ്ഞൊരു സംഭവമാണ്. അതുകൊണ്ട് ഇങ്ങനെ നല്ല നല്ല പരിപാടികൾ ലോകത്ത് നടക്കുമ്പോൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നു. ഞാനൊക്കെ എന്ന് വെച്ചാൽ വലിയ ഇതിൻ്റെ വരും വരായികളൊന്നും നോക്കില്ല. കാരണം ഞാൻ നാളെക്കുറിച്ച് വലുതായിട്ട് ചിന്തിക്കാറില്ല. ഇന്ന് ഐ ഷുഡ് ബി എ ഹാപ്പി പേഴ്സൺ. ഇന്ന് അങ്ങനെയാണ്. അതിനകത്തൊരു പ്രധാന കാരണങ്ങളിലൊന്ന്, അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ദീസ് 2 യങ് പീപ്പിൾ. എനിവേ, ഇവിടെ വരാൻ പറ്റിയാലും നിങ്ങളുടെ ഒപ്പം കുറച്ച് നേരം പങ്കിടാൻ കഴിഞ്ഞാലും വിളിച്ച ഇവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇറങ്ങുന്നു. നന്ദി.